ആ സ്ത്രീ ഒരു ചിരിയോടെ തൻ്റെ കയ്യിലിരുന്ന തീപ്പന്തം അവർക്ക് നേരെ വെച്ച് നീട്ടിയിട്ട് പറഞ്ഞു, ഈ തീപ്പന്തം നിങ്ങളെ വഴികാട്ടും, ഇത് കൊണ്ടുപോയിക്കൊള്ളുക. ഇരുവരും സന്തോഷത്തോടെ ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും ചൂട്ട് വാങ്ങി പിടിക്കുന്നു. പെട്ടെന്ന് തന്നെ ആ സ്ത്രീയുടെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുടെ സ്ഥാനത്ത് സുന്ദരമായ ഒരു പട്ടുവസ്ത്രം വരുന്നു. ദേഹത്ത് അത്യാവശ്യം സ്വർണ്ണാഭരണങ്ങൾ നിറയുന്നു. ഇത് കണ്ട ഗോമതിയും കൊച്ചുകളുവും അതിശയത്തോടെ പരസ്പരം നോക്കുന്നു. എന്നാൽ കൊച്ചുകളുവിൻ്റെയും ഗോമതിയുടെയും ദേഹത്തെ ആഭരണങ്ങളും വസ്ത്രങ്ങളിലെ കല്ലുകളും ഇപ്പോൾ 4ൽ 3 കുറഞ്ഞിരിക്കുന്നു. അതിലവർക്ക് തെല്ല് ദുഃഖം തോന്നി. എന്നിരുന്നാലും വേണ്ടിയില്ല, മുന്നോട്ടേക്കുള്ള വഴി തെളിഞ്ഞല്ലോ. പാറക്കെട്ടുകൾ വരെ ചെന്നാൽ പിന്നെ മുന്നോട്ടേക്ക് പോകാൻ ആരുടെയും സഹായം വേണ്ടതില്ല. അവർ ആശ്വാസത്തോടെ പരസ്പരം നോക്കി ചിരിച്ചു. ഇപ്പോൾ അവർക്ക് മുന്നിൽ കാട് പിടിച്ചു കിടന്ന ഒരു കൈതക്കൂടത്തിനിടയിലൂടെ ഒരു വഴി തെളിഞ്ഞു വന്നു. ഇരുവർക്കും സന്തോഷമായി. അവർ ആ സ്ത്രീയോട് യാത്ര പറഞ്ഞ് ആ വഴിയിലൂടെ മുന്നോട്ടേക്ക് നടന്നു നീങ്ങി.